ഋതു, നീ എന്താ ഇവിടെ വന്ന് ഞാൻ നിൽക്കുന്നേ? വിഷ്ണുവേട്ടാ, എനിക്കെന്തോ ആകെ പേടിയാകുക. എന്താ മോളെ, നീ എന്തിനാ വെറുതെ ഓരോന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? എനിക്ക് എന്റെ കാര്യം ഓർത്ത് ഒരു ടെൻഷനും ഇല്ല വിഷ്ണുവേട്ടാ. പക്ഷേ എനിക്ക് വേണ്ടി മറ്റുള്ളവരെ ബുദ്ധിമുട്ടുന്നത് കാണാൻ എനിക്ക് പറ്റില്ല. നീ ഇത് എന്തൊക്കെയാ ഋതു ഈ പറയുന്നേ? വിഷ്ണുവേട്ടൻ ഡോക്ടറിനോടൊന്ന് പറയണം, എന്റെ പേരിൽ സഞ്ജുവേട്ടനുമായി ഒരു പ്രശ്നത്തിനും പോകരുതെന്ന്. ഞാൻ പറഞ്ഞിട്ടൊന്നും ഡോക്ടർ കേൾക്കുന്നില്ല. വിഷ്ണുവേട്ടൻ കൂടി ഒന്ന് പറ ഡോക്ടറിനോട്. ഞാൻ വിവേകിനോടത് പറഞ്ഞതാ, പക്ഷേ അവനത് സീരിയസ് ആക്കി എടുത്തിട്ടില്ലെന്നാ എനിക്ക് തോന്നുന്നേ. ഞാൻ ഇപ്പൊ കൂടി പറഞ്ഞു ഡോക്ടറിനോട്. പക്ഷെ വിഷ്ണുവേട്ടൻ പറഞ്ഞതുപോലെ ഡോക്ടർ അതൊട്ടും തന്നെ കാര്യമായിട്ട് എടുത്തിട്ടില്ല. നീ അത് വിട്, വിവേകിനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം. അല്ലടി ഋതു, എന്താണ് അവന്റെ കാര്യം ഓർത്ത് നിനക്ക് ഇത്രയ്ക്ക് പേടി? അതുപോലെ തന്നെ അവനും നിന്നെ കുറിച്ച് എനിക്കുള്ള അത്രയും തന്നെ വേവലാതിപ്പെടുന്നത് ഞാനും ശ്രദ്ധിക്കുന്നുണ്ട്. എന്താണ് മോളെ, ഇനി ഞങ്ങളാരും അറിയാതെ രണ്ടും തമ്മില്? വിഷ്ണുവേട്ടാ, ഒന്നാമത് ഞാനിവിടെ ആകെ ടെൻഷനായി നടക്കുക. നിന്റെ ഇടയ്ക്ക് ഇതുപോലുള്ള വട്ടത്തിലും പറഞ്ഞ് വന്നാലുണ്ടല്ലോ, ഒരെണ്ണം വെച്ച് ഞാനങ്ങ് തരും. ഓ, ഞാനൊന്നും പറയുന്നില്ലേ. നടക്കട്ടെ നടക്കട്ടെ. വിഷ്ണുവേട്ടാ, വിവേക് ചേട്ടോ, അവിടെ ആന്റി തിരക്കുന്നുണ്ട്. എന്നെയോ? അതെന്നെ, ചെന്നേക്കുമല്ലോ അങ്ങോട്ട്. പൂജ, എനിക്ക് പൂജയോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. പൂജ എപ്പോഴെങ്കിലും ഫ്രീ ആകുമ്പോ എന്നോടൊന്ന് വന്ന് പറയണം. പിന്നെ മാക്സിമം ഇത് വേറെ ആരും അറിയാതെ താനൊന്ന് നോക്കണം. ഓക്കെ? ആരും അറിയാതെ എന്ത് കാര്യമായിരിക്കും വിവേക് ചേട്ടൻ എന്നോട് മാത്രമായി പറയാനുള്ളത്? ഇനി അത് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം തന്നെ ആയിരിക്കുമോ? മോനെ, നിന്നെ നോക്കുമായിരുന്നു ഞങ്ങള്. എന്താ പപ്പ? മോനെ, നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന പപ്പയുടെ ഒരു പഴയ ഫ്രണ്ട് ഉണ്ട് ഇവിടെ അടുത്ത്, ഒരു ജോർജ്. ഞങ്ങളൊന്ന് അവിടെ വരെ പോകുക. നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാ നിന്നെ വിളിച്ചേ. ഏയ്, എനിക്കൊരു മൂടില്ല മമ്മ, നിങ്ങൾ പോയിട്ട് വാ. അല്ല, നിന്റെ ചേച്ചി എവിടെ? ഇനി അവളോട് കൂടി ചോദിച്ചില്ലെങ്കിൽ പിന്നെ അതും മതി അവൾക്ക് ഇന്നത്തേക്ക്. ദേ വരുന്നല്ലോ. ഞാൻ എവിടെയും വരുന്നില്ല. അതിന് നീ ഇതെങ്ങനെ അറിഞ്ഞു? അത് പിന്നെ നിങ്ങൾ മൂന്നുപേരും കൂടി എന്നെ കൂട്ടാണ്ട് ഇവിടെ നിന്ന് ചർച്ച ചെയ്യുന്നത് കണ്ടപ്പോ ഞാൻ ഓർത്തു എനിക്കിട്ടുള്ള എന്തോ പണിയാണെന്ന്. അതുകൊണ്ട് നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ ദേ ഇവിടെ ഒളിഞ്ഞു നിന്ന് കേൾക്കുമായിരുന്നു. ഈ ഒരൊറ്റ കാര്യത്തിലാണ് എന്റെ ഈ മോൾക്ക് നിന്റെ അതേ സ്വഭാവം കിട്ടിയിട്ടുള്ളത്. അവൾക്കെങ്കിലും എന്റെ ഏതെങ്കിലും ഒരു സ്വഭാവ ഗുണം കിട്ടിയിട്ടുണ്ടല്ലോ, എനിക്കതും മതി. രണ്ടും കൂടി ഇവിടെ നിന്നും തല്ലുണ്ടാക്കാതെ നേരത്തെ പോയിട്ടൊക്കെ വാ. അപ്പോ നിങ്ങൾ വരുന്നില്ലല്ലോ, എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം. ശരി പപ്പ. വിഷ്ണു, ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാ. നീ ഇവിടെ തന്നെ കാണുമല്ലോ. ആടോ വേണിയേച്ചി? അമ്മയും പൂജയും എന്റെ കൂടെ വരുന്നുണ്ട്. ചിലപ്പോ ഞങ്ങൾ തിരിച്ചെത്താൻ ലേറ്റ് ആയേക്കും. അതുവരെ നീയൊന്നിവിടെ നോക്കിക്കോണം കേട്ടോ, എവിടെയും പോയേക്കരുത്. വിവേകേ? എന്താ വിഷ്ണു? ഞാനൊരു കാര്യം ചോദിക്കാനായിട്ട് വന്നതായിരുന്നു. ഇവിടെ നമ്മൾ നാലുപേരും പിന്നെ ആ സഞ്ജു മാത്രമേ ഉള്ളൂ. വേണിയേച്ചി, ലക്ഷ്മി അമ്മയും പൂജയും കൂടി പുറത്തേക്ക് പോയേക്കുവാ. അവരിനി വരാൻ ലേറ്റ് ആവുന്ന പറഞ്ഞത്. നമുക്ക് 4 പേർക്കും കൂടി ജസ്റ്റ് ഒന്ന് പുറത്തുപോയി വന്നാലോ? ഇവിടെ ചുമ്മാ ഇരിക്കുവല്ലേ. ഞാനും ഒക്കെയാണ്. അമ്മയും അമ്മയും തിരിച്ചു വരാനും ലേറ്റ് ആവുന്ന പറഞ്ഞത്. നീ എന്നാ ചെന്ന് സാഹിത്യയോട് പറ, ഞാൻ പോയി ഋതുവിനോട് പറയട്ടെ. ഓക്കെ?
എവിടെ ഇപ്പൊ ഈ പോകുന്നേ? കിട്ടിയ സമയം മുഴുവൻ ഇങ്ങനെ കാറിൽ തന്നെ ഇരുന്ന് കളയാൻ പോകുവാണോ? ഈ സാധനത്തിനെ കൊണ്ടുവരേണ്ടിയിരുന്നില്ല, വീട്ടിൽ തന്നെ ഇരുത്തിയാ മതിയായിരുന്നു. നീ ഒന്ന് പോടാ. എന്റെ പൊന്നു വിവേകെ, എന്തിനാടാ വെറുതെ ഇപ്പൊ ഉള്ള സമാധാനം കളയുന്നത്? അതവിടെ എന്തെങ്കിലും പറഞ്ഞോണ്ടിരുന്നോട്ടെ, മൈൻഡ് ചെയ്യാതിരുന്നാ മതി. ഓ, അത്ര ബുദ്ധിമുട്ടാണെങ്കി പിന്നെ എന്ത് കാര്യത്തിനാണാവോ എന്നെ കൂടി കൂടെ കൂട്ടാൻ പറഞ്ഞത്? ഞാൻ മര്യാദയ്ക്ക് വീട്ടിൽ തന്നെ സമാധാനായിട്ട് ഇരിക്കുവായിരുന്നല്ലോ. ഓ, ഇതെന്താ ഇത്? ഇങ്ങനെ തല്ലുപിടിക്കാനാണോ പുറത്ത് പോവാന്നും പറഞ്ഞത്? അതിനായിരുന്നെങ്കിൽ വീട്ടിൽ തന്നെ ആവശ്യത്തിൽ കൂടുതൽ സ്ഥലം ഉണ്ടായിരുന്നല്ലോ, അവിടെ ഇരുന്ന് തല്ലുപിടിച്ച പോരായിരുന്നോ? എന്റെ അമ്മോ, ഇതാരായി പറയുന്നേ? എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ആ, ഇനി നിങ്ങൾ തുടങ്ങിക്കോ. അതെ വിഷ്ണു, എന്താ പ്ലാൻ? ആര്യ എന്റെ ചേച്ചി ഒരു മണ്ടിയാണെങ്കിലും അവള് പറഞ്ഞതിൽ കാര്യമില്ലാതില്ല. നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്തോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അല്ല, നിങ്ങൾക്ക് എവിടെ പോവാനാ താല്പര്യം? ബീച്ചിലോ പാർക്കിലോ വല്ലതും പോയാലോ? എങ്കി പിന്നെ ഒരു കാര്യം കൂടി ചെയ്, 2 കോലും മിഠായും കൂടി മേടിച്ച് ഞങ്ങൾക്കിതാ. ബീച്ചിലും പാർക്കിലും ഒക്കെ പോയി കളിക്കാൻ കൊച്ചു കുട്ടികളാണല്ലോ ഞങ്ങള്. എന്തിനാ ഇനി അവളെ നോക്കിയിട്ട്? ഇത് വിഷ്ണുവിന്റെ തന്നെ ഐഡിയ അല്ലായിരുന്നോ? നീ അനുഭവിച്ചോ? എന്തടിച്ചിരിക്കുന്നേ? ചേടാ, എനിക്ക് ചിരിക്കാനും പാടില്ലേ? വെറുതെ എന്തിനാ വിഷ്ണു ഋതുവിന്റെ മെക്കിട്ട് കയറുന്നേ? നീ ചേച്ചി, നീ അവിടെ മിണ്ടാണ്ടിരുന്നോണം കേട്ടല്ലോ. നീ ഒന്ന് പോട ചേർത്താ. ഇവിടെ എന്തിനാ ഇറങ്ങാൻ പറഞ്ഞത്? ഓ, ഇവള് എന്റെ പൊന്നു സാഹിത്യെ, തനിക്കൊന്ന് മിണ്ടാണ്ട് വരാവോ പ്ലീസ്? ഓ, ഞാൻ ഇനി മിണ്ടുന്നില്ല, പോരെ? ഋതു, വാടോ. Wow, is this real? എങ്ങനെയുണ്ട് ഈ സ്ഥലം? ഞങ്ങൾ ഇടയ്ക്ക് വന്നിരുന്ന് പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലം ഇത്. സോ കാം ആൻഡ് ബ്യൂട്ടിഫുൾ. വിഷ്ണു, ഇങ്ങനെയുള്ള അടിപൊളി സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നോ? ഗോഡ്, ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ ശരിക്കും മിസ് ചെയ്തേനെ. എന്റെ ഡോക്ടറെ, ഇവിടെ താമസിക്കുന്ന ഞാൻ വരെ ഇതാദ്യമായിട്ടാ ഇങ്ങനൊരു സ്ഥലം കാണുന്നേ. അത് പിന്നെ എന്താണെന്നോ വിവേകെ, അധികം ആർക്കും തന്നെ ഇങ്ങനൊരു സ്ഥലം ഇവിടെ ഉള്ളതായി അറിയില്ല. പിന്നെ ഇവളെ ഇങ്ങോട്ടൊന്നും കൊണ്ടുവരാഞ്ഞത് അതിന് വേറൊരു റീസൺ ഉണ്ട്. എന്ത് റീസൺ? നിന്നെ വല്ലതും ഞാൻ ഈ സ്ഥലം കാണിച്ചു തന്നിരുന്നെങ്കിൽ അതിന്റെ അടുത്ത ദിവസം തന്നെ നീ നിന്റെ കൂടെ വട്ട് ഫ്രണ്ട്സിനെ അത് അറിയിക്കും. അതുങ്ങളെല്ലാം കൂടി വേറെ കുറെ വട്ട് കേസുകളെ അത് അറിയിക്കും. അങ്ങനെ അവസാനം ഇത്രയും നല്ലൊരു സ്ഥലം എല്ലാം കൂടി നാശമാക്കും. അങ്ങനെ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാവാണ്ടിരിക്കാനാ പിന്നെ ഞാൻ ഇതിന്റെ പരിസരത്ത് പോലും കൊണ്ടുവരാത്തത്. എന്തായാലും താൻ സെലക്ട് ചെയ്ത പ്ലേസ് കലക്കി കളഞ്ഞു. വാ. ഡാ, നിനക്കിതെന്താ പറ്റിയേ? അവിടുന്ന് ബൈ പറഞ്ഞിറങ്ങിയത് മുതല് നിന്നെ ഞാൻ ശ്രദ്ധിക്കുക. എന്താടാ, എന്താ നിനക്ക് പറ്റിയേ? എടാ, കാര്യങ്ങൾ ഞാൻ വിചാരിച്ചിരുന്നത് പോലെ ഒന്നും അല്ലടാ. ഞാൻ ശരിക്കും സീരിയസ് ആണെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായേ. സീരിയസോ? നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? എടാ ലിനു, ഞാൻ ഇതുവരെ കരുതിയിരുന്നത് ഋതുവിനോട് എനിക്ക് ജസ്റ്റ് ഒരു അട്രാക്ഷൻ മാത്രമായിരിക്കും എന്നായിരുന്നു. പക്ഷെ ഇന്ന് ബൈ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോ ഞാനൊന്ന് അവളെ തിരിഞ്ഞു നോക്കി. അപ്പോ പെട്ടെന്നെന്തോ എന്റെ മനസ്സിന് വല്ലാത്തൊരു വിങ്ങലായിരുന്നടാ. ഇപ്പൊ ഇവിടെ എത്തിയിട്ടും ആ വിങ്ങല് കൂടുന്നതല്ലാതെ കുറഞ്ഞിട്ടില്ല. നന്നായി. ഇനി പറഞ്ഞിട്ട് എന്തിനാ? ആ ചാപ്റ്റർ ക്ലോസ് ആയില്ലേ? ഇനി ചിലപ്പോ അവളെ കണ്ടെന്നുകൂടി വരില്ല. നീ അത് വിട്ടേക്കടാ. ഇല്ലടാ, എനിക്കെന്തോ അതങ്ങനെ വിട്ടുകളയാൻ തോന്നുന്നില്ല. നീ പിന്നെ എന്ത് ചെയ്യാൻ പോകുക? അവളെ തന്നെ ഓർത്ത് ഇങ്ങനെ സെന്റി അടിച്ചിരിക്കാൻ പോവാണോ? എനിക്കറിയില്ല. നിനക്ക് പ്രാന്താടാ. അളിയ വിവേകെ, ഇനി കുറച്ചു സമയത്തേക്ക്
ഞാൻ നിന്റെ ഈ ചേച്ചിയെയും കൊണ്ട് ഒന്നിവിടുന്ന് മാറുക. കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീർക്കാനുണ്ട് ഞങ്ങൾക്ക്. പിന്നെ അതിന്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കുകയും വേണം. എന്താ വിഷ്ണുവേട്ടാ, രണ്ടാൾക്കും കൂടി ആരും അറിയാണ്ട് ഒളിച്ചോടാനുള്ള വല്ല പ്ലാനും ആണോ? നിനക്കിത് എങ്ങനെയാണ് ഋതു ഇത്ര കറക്റ്റ് ആയിട്ട് എന്റെ മനസ്സ് വായിക്കാൻ സാധിക്കുന്നത്? പിന്നെ ഞാൻ സമ്മതിച്ചു. നിങ്ങൾ ചെല്ല്. ഈ ചേച്ചി എന്റെ ആകെയുള്ള ഒരു അളിയനാ. ഒന്നുപോലെ നോക്കിക്കോണം, കേട്ടല്ലോ? ഉവ്വ്. ഋതു, ഞങ്ങൾ വരുന്നത് വരെ വിവേകിന്റെ കൂടെ തന്നെ നിന്നോണം നീ. ഇടയ്ക്ക് പിള്ളേരെ പോലെ എന്തേലൊക്കെ കാണുമ്പോ അതിന്റെ പിറകെ ഓടുന്ന സ്വഭാവമൊന്നും ഇവിടെ കാണിച്ചേക്കരുത്. അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഒന്ന് പോയിക്കൂടെ? വിവേകെ, ഇതിനെ ഒന്ന് നോക്കിക്കോണേ. ഹാൻഡിൽ വിത്ത് കെയർ. അത് ഞാൻ ഏറ്റളിയാ. അളിയൻ ധൈര്യമായി പൊക്കോ. പിന്നെ പറയടോ, എന്താ ഇനി തന്റെ ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ? ഓ, എന്ത് പ്ലാനിങ്സ്? അങ്ങനെ ഒരു പ്ലാനും ഞാനായിട്ട് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഡോക്ടറെ. എങ്ങനെയും ലാസ്റ്റ് സെം എക്സാം കൂടി എഴുതിയിട്ട് ഒരു നീണ്ട ഇടവേള എടുക്കണമെന്നുണ്ട്. അത്രയ്ക്ക് കഷ്ടപ്പാടായിരുന്നു ഈ കഴിഞ്ഞുപോയ എന്റെ 3 വർഷം. താനൊരു പഠിപ്പിസ്റ്റാണെന്നാണല്ലോ ഞാൻ കേട്ടത്. എന്നിട്ടാണോ ഇങ്ങനെ പറയുന്നേ? അതൊക്കെ ആരൊക്കെയോ എന്നോടുള്ള അസൂയ കൊണ്ട് പറഞ്ഞു പരത്തുന്നതാ ഡോക്ടറെ. ശരി ശരി. അല്ല ഡോക്ടർ, അപ്പൊ ഇനി നാട്ടിൽ തന്നെ എവിടെയെങ്കിലും ജോബ് നോക്കാൻ തന്നെ തീരുമാനിച്ചോ? അതോ പപ്പയുടെയും മമ്മയുടെയും കൂടെ അങ്ങോട്ടേക്ക് പോകുവോ? ഒന്നും ഡിസൈഡ് ചെയ്തിട്ടില്ലടോ. അവര് രണ്ടാളും ചില പ്ലാനിങ്ങുകളൊക്കെ ആയിട്ടാ ഇത്തവണ ഇങ്ങോട്ട് വന്നേക്കുന്നേ. സോ ഒന്നും പറയാൻ പറ്റില്ല. പ്ലാനിങ്ങോ? എന്ത് പ്ലാനിങ്? ഓ, അത് വേറൊന്നും അല്ലടോ. അവർക്ക് ഞാനൊരു കല്യാണം കഴിച്ച് കാണണമെന്ന്. എന്റെ കല്യാണവും നടത്തി തന്ന് എന്നെയും എന്റെ പെണ്ണുമ്പിളനെയും കൂടി നാട്ടിന് തന്നെ സെറ്റിലാക്കിയിട്ടേ അവരിനി പോകുന്നുള്ളൂ എന്നാ പറയുന്നേ. ഡോക്ടറിന്റെ കല്യാണമോ? അതേടോ. എനിക്കാണെങ്കി ഇപ്പൊ ഒരു കല്യാണം കഴിക്കാനൊന്നുള്ള ഒരു മൈൻഡും ഇല്ലടോ. പക്ഷെ ഞാൻ അറിഞ്ഞത് സാഹിത്യേച്ചിയുടെ മാരേജ് നടത്തുന്ന കാര്യമാ അവര് തീരുമാനിച്ചെന്നാണല്ലോ. ഞാനതെങ്ങനെ അറിഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. അറിഞ്ഞല്ലേ? ഡോക്ടറിന്റെ മനസ്സിലിരിപ്പ് കൊള്ളാലോ. എന്നാലും കല്യാണം കഴിക്കണമെന്ന് അത്രയ്ക്ക് ആഗ്രഹമാണോ? ഏയ് ചുമ്മാ, ഞാനൊന്ന് തന്നെ ടെസ്റ്റ് ചെയ്തതല്ലേ. നീ എന്തിനാ അതിന് ഡോക്ടറെ ടെസ്റ്റ് ചെയ്യുന്നേ? അല്ലടോ, അത് ഞാൻ ചുമ്മാ തന്നെ ഒന്ന് പഠിച്ചതല്ലേ. ഓ, അതായിരുന്നോ? എന്റെ പൊന്നെ, ഇപ്പൊ പെട്ടേനെ. ഏടോ സാഹിത്യേ, എനിക്കറിയാൻ മേലാത്തോണ്ട് ഞാൻ തന്നോട് ചോദിക്കുക, ഇങ്ങനെ മുഖം വീർപ്പിച്ച് കെട്ടിയിരിക്കുന്നതാണോ തന്റെ സ്ഥായി ഭാവം? അതെ, അതിനിപ്പോ തനിക്കെന്താ? ഓ, ഇവള്. അതെ, പുതിയ ഇടി ഉണ്ടാക്കാനല്ല, ഇപ്പയുള്ള ഇടി മാറ്റാനായിട്ടാ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ഇങ്ങനൊരു ഐഡിയ ഉണ്ടാക്കി കാര്യങ്ങൾ ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. അതിനിപ്പോ ഞാനെന്ത് വേണമെന്നാ? എന്തിനാ താൻ എന്നോട് പിണങ്ങിയെന്ന് മാത്രം പറഞ്ഞാ മതി. ആ കാര്യമൊക്കെ ഞാൻ ഓൾറെഡി വിഷ്ണുവിനോട് പറഞ്ഞതാണല്ലോ. എന്ത്? ഓ, എന്റെ സാഹിത്യേ, താൻ ഇപ്പോഴും ആ സിയുടെ പേരും പറഞ്ഞാണോ എന്നോട് ഈ ദേഷ്യം കാണിക്കുന്നേ? എടോ, അവളൊരു വട്ടുകേസാന്ന് തന്നോട് ഞാൻ ഓൾറെഡി പറഞ്ഞതല്ലേ. അവൾ ഇത് ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല എന്റെ പിറകെ നടക്കാൻ. ഞാൻ അതൊന്നും ഇതുവരെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് കൂടിയില്ല. അങ്ങനെയുള്ളൊരു കാര്യത്തിന്റെ പേരിലാണോ താൻ എന്നോട് ഈ ദേഷ്യം കാണിക്കുന്നേ? ആഹാ, എടോ, തന്റെ മുന്നിൽ വെച്ചല്ലേടോ അവൾ എന്നെ വായിൽ തോന്നുന്നതൊക്കെ പറഞ്ഞത്. അപ്പൊ തന്റെ നാക്ക് എവിടെയായിരുന്നു? അവൾ എന്നെ പറയുന്നതും കേട്ടോണ്ട് കണ്ണും വെച്ച് നിൽക്കുവല്ലായിരുന്നടോ താൻ അവിടെ. എടോ, അത് പിന്നെ ഞാൻ. താൻ പറ, ബാക്കി കൂടി താൻ പറ. എടോ, അത് പിന്നെ അവിടെ എല്ലാരും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാ ഞാൻ പിന്നെ കൂടുതലൊന്നും പറയാതിരുന്നേ. ഓഹോ, അപ്പോ ഇയാൾക്ക് ആ സാധനം എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ ഓരോന്നൊക്കെ പറഞ്ഞതിന് ഒരു കുഴപ്പമില്ല അല്ലേ?
എന്റെ പൊന്നു സാഹിത്യേ, അത് അങ്ങനല്ല. താൻ ആദ്യം ഞാൻ പറയുന്നതൊന്ന് ക്ഷമയോടെ കേൾക്കണോ? എനിക്കിനി ഒന്നും കേൾക്കാൻ വേണ്ട, ഒന്നും പറയാൻ വേണ്ട. ഇതങ്ങനെ ഇങ്ങനെ ഒന്നും തീരുമെന്ന് തോന്നുന്നില്ല. താനിത് എവിടെ പോകുക? അവിടെ നിന്നേ. അല്ല ഡോക്ടറെ, അവർക്ക് രണ്ടുപേർക്കും എന്തായിരിക്കും ഇത്രയ്ക്കങ്ങ് തീരുമാനിക്കാനുള്ളത്? പോയിട്ട് കുറച്ചു നേരം ആയില്ല രണ്ടാളും. കൊള്ളാം. താനിത് എന്ത് ചോദ്യമാണോ ഈ ചോദിക്കുന്നേ? അവർക്ക് തീരുമാനിക്കാനാണോ കാര്യങ്ങളില്ലാത്തത്? അവരിപ്പോ യുവമിഥുനങ്ങളല്ലേ. അവർക്ക് പ്ലാൻ ചെയ്യാനും തീരുമാനമെടുക്കാനും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ കാണും. താൻ കുട്ടിയായോണ്ടാ തനിക്കതൊന്നും അറിയാത്തത്. ഡോക്ടറെ വേണ്ടാട്ടോ. അല്ല, പറയുന്നത് പോലെ ഡോക്ടറിന്റെ കാര്യം എന്തായി? എന്റെ എന്ത് കാര്യമാണോ? ഡോക്ടറിനും ഉണ്ടല്ലോ ഇതുപോലെ ആരെ അറിയിക്കാതെ വെച്ചിരിക്കുന്ന ഒരു പ്രണയം. ആ കാര്യം എന്തായെന്നാ ഞാൻ ചോദിച്ചേ. ഓ, ആ കാര്യമോ? അത് എങ്ങും എത്താതെ ഒരേ നിൽപ്പാടോ. അതെന്ത് പറ്റി? എന്തു പറ്റാൻ? എനിക്കിതുവരെ അതെങ്ങനെ ഒന്ന് പ്രൊസീഡ് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. താൻ ഞാനീ പറയുന്നത് വല്ലതും കേൾക്കുന്നുണ്ടോ? എടോ, താനിത് എന്തും നോക്കി നിൽക്കുക? ഡോക്ടറെ ഞാൻ ദേ ഇപ്പൊ വരാവേ. താനിത് എവിടെ പോവാ? നിൽക്ക്, ഞാനും വരുന്നു. എന്താടോ? ഡോക്ടറെ ഇത് നോക്കിയേ, ഒരു താമര. ഇതാണോ താൻ അവിടെ നിന്ന് അന്തം വിട്ട് നോക്കിക്കൊണ്ട് നിന്നത്? ഡോക്ടറെ എനിക്കത് വേണം. എന്തോന്ന്? എനിക്ക് ഈ താമര വേണം. പ്ലീസ് ഡോക്ടറെ, ഞാനത് എങ്ങനെയും പറിച്ചെടുത്തോളാം. ഡോക്ടർ വിഷ്ണുവേട്ടനോട് പറയാതിരുന്നാൽ മാത്രം മതി. എന്റെ പൊന്നു ഋതു, എനിക്ക് വിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് ഞാൻ തല്ലും മേടിച്ച് കൂട്ടുന്നത് കാണാൻ ഇത്രയ്ക്ക് കൊതിയാണോ? പ്ലീസ് ഡോക്ടറെ. പറ്റില്ല. താൻ മര്യാദക്ക് ഇങ്ങ് വന്നേ. ശരി, എന്നാ താൻ ഇവിടെ നിൽക്ക്. ഞാൻ ചെന്നത് പറിച്ചോണ്ട് വരാം. അതൊന്നും വേണ്ട, ഡോക്ടർ ഇങ്ങ് പോര്. അതെ, താൻ അവിടെ നിൽക്ക്. എന്തായാലും താൻ അത്രയ്ക്കങ്ങ് ആഗ്രഹിച്ചതല്ലേ, അവിടെ തന്നെ നിന്നോണം. ഇങ്ങോട്ടേക്ക് വന്നു പോവരുത്, കേട്ടല്ലോ? ഡോക്ടറെ സൂക്ഷിച്ച്. ഇന്ന തന്റെ താമര. ഡോക്ടർ ആകെ നനഞ്ഞല്ലോ. പിന്നെ വെള്ളത്തിലോട്ടെടുത്ത് ചാടിയാ നനയത്തില്ലേടോ? ഞാൻ പറഞ്ഞതല്ലേ വേണ്ടെന്ന്. അതൊന്നും സാരമില്ലടോ. തനിക്ക് താൻ ആഗ്രഹിച്ച സാധനം കിട്ടിയില്ലേ, അത് മതി. ദേ വിഷ്ണു, ഈ പറഞ്ഞ കാര്യം തന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാ? എടോ, താനൊന്ന് ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. ശരി, ഞാൻ മനസ്സിലാക്കാം. അതിനു മുൻപ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എന്റെ സ്ഥാനത്ത് വിഷ്ണു ആയിരുന്നെങ്കിലോ? ഇതുപോലെ ഒരു ഇഷ്യൂ ഉണ്ടായ ചുമ്മാ കൈയും കെട്ടി ഇയാൾ നോക്കി നിൽക്കുവോ? എന്റെ പൊന്നയെ നിർത്ത്. താൻ പറ, ഞാനിപ്പോ എന്ത് ചെയ്താലാ തന്റെ ഈ ദേഷ്യം ഒന്ന് മാറുന്നത്? അത് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. ഓ, എടോ, അത് ഞാൻ ഓർക്കുന്നില്ല. താൻ ഒന്നുകൂടി ഒന്ന് പറ. ഓക്കെ, ഐ വിൽ മേക്ക് ഇറ്റ് സിമ്പിൾ. ഞാൻ തന്റെ ആരാണെന്നും അവൾക്ക് തന്റെ മേലുള്ള സ്ഥാനം എന്താണെന്നും താൻ പറഞ്ഞു തന്നെ അവൾ അറിയണം. അതും എന്റെ മുന്നിൽ വെച്ച്. ആ സാധനം കാരണം 2-3 ദിവസത്തെ എന്റെ ഉറക്കമാ പോയത്. അത്രയെങ്കിലും ഞാൻ ചെയ്തില്ലെങ്കിലേ എനിക്കൊരു മനസമാധാനവും കിട്ടില്ല. ശരി, താൻ എന്നാ നാളെ ഈവനിങ് തന്നെ എന്റെ കൂടെ വരാൻ റെഡി ആയിക്കോ. ഇനി ഞാനായിട്ട് അതൊട്ടും വെച്ച് ലേറ്റ് ആക്കുന്നില്ല. ഇനിയെങ്കിലും തനിക്കൊന്ന് ചിരിച്ച് സംസാരിച്ചൂടേടോ? അതിന് പ്രോബ്ലം സോൾവ് ആയില്ലല്ലോ.
ആദ്യം അത് സോൾവ് ആവട്ടെ, എന്നിട്ട് ആലോചിക്കാം എങ്ങനെ സംസാരിക്കണമെന്നൊക്കെ. ഇങ്ങനെയാണ് മോളുടെ പോക്കെങ്കിൽ അധികം വൈകാതെ തന്നെ മോൾ എന്റെ കയ്യിൽ നിന്ന് വാങ്ങും. അയ്യോ, ഡോക്ടർ എന്നോട് എന്തോ സീരിയസ് ആയിട്ട് പറയുമായിരുന്നല്ലോ. ഞാൻ ഈ താമര കണ്ടപ്പോ അതങ്ങ് മറന്നുപോയി. എന്തായിരുന്നു പറഞ്ഞു വന്നത്? ഹേയ്, അതൊന്നും ഇല്ലടോ. അതൊക്കെ ഉണ്ട്. ഡോക്ടറുടെ ലവ് അഫെയറിനെ പറ്റിയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? കുട്ടിയോട് ഡോക്ടർ എന്നിട്ട് പറഞ്ഞോ? ഇല്ലടോ, ഇതുവരെ എനിക്കതിന് പറ്റിയിട്ടില്ല. ഡോക്ടർ പറയാണ്ടിങ്ങനെ ഇരുന്നോ? അവസാനം വേറെ ആരെങ്കിലും വന്ന് ആ കുട്ടിയെ കെട്ടിക്കൊണ്ട് പോകും. പിന്നീട് അതോർത്ത് സങ്കടപ്പെട്ട് നടന്നിട്ട് കാര്യമില്ല കേട്ടോ. എടോ, സത്യത്തിൽ എനിക്കും അവളോടത് പറയണമെന്നുണ്ട്. പക്ഷെ അതിനുള്ളൊരു ധൈര്യം എനിക്ക് കിട്ടുന്നില്ല. അതാ പ്രശ്നം. ഡോക്ടർ എന്തും കൽപ്പിച്ചങ്ങ് പറയുന്നേ. പറയാണ്ട് ഇങ്ങനെ മനസ്സിൽ വെച്ചോണ്ട് നടക്കുന്നതിലും നല്ലതല്ലേ പറയുന്നത്. ഋതു, താൻ വല്ലാതെ എനിക്കങ്ങ് കോൺഫിഡൻസ് തരല്ലേ. ഞാനിങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്താ ചിലപ്പോ ഞാനതങ്ങ് പറഞ്ഞു പോകും. ശടാ, ഡോക്ടർ പിന്നെ ഉള്ള കാലം മുഴുവനും ഇങ്ങനെ കാര്യം പറയാണ്ട് മനസ്സിൽ തന്നെ സൂക്ഷിച്ചു വെക്കാനാണോ പോകുന്നേ? എത്രയും പെട്ടെന്ന് ആ കുട്ടിയോട് പറയാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടർ അത് പറയണം. അപ്പോ അതിനെ വെച്ച് വൈകിക്കണ്ടെന്നാണോ താൻ പറഞ്ഞു വരുന്നേ? അതേന്നേ. എന്നാ ഞാൻ പറയട്ടെ. ഡോക്ടർ ധൈര്യമായി പോയി പറഞ്ഞോളൂ. എന്താ, എന്ത് പറ്റി ഡോക്ടറെ? ഋതു, ഞാൻ ആരെയാ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് തനിക്കറിയോ? ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ എന്റെ കയ്യിലോട്ട് വന്ന് വീണപ്പോ ഞാൻ ഒരിക്കലും ഓർത്തിരുന്നില്ല എനിക്ക് തന്നോട് ഇങ്ങനെയൊക്കെ തോന്നുമെന്ന്. ഡോക്ടറെ, ഇതെന്തൊക്കെ പറയുന്നേ? ഋതു, തനിക്ക് ഇനിയും മനസ്സിലായില്ലേ? ഞാൻ തന്നോട് പറഞ്ഞതെല്ലാം എനിക്ക് തന്നോട് തന്നെ തോന്നിയ കാര്യങ്ങളാ. അതെ ഋതു, വെറും ഒരു തമാശയായി താൻ കാണരുത്. എനിക്ക് തന്നെ ഇഷ്ടമാ. തന്റെ തീരുമാനം അറിഞ്ഞിട്ട് ഈ കാര്യം എന്റെ പപ്പയോടും മമ്മയോടും പറയാനിരിക്കുവാ ഞാൻ. ഡോക്ടറെ, എനിക്കറിയാടോ, താൻ ഇതൊട്ടും എന്നിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തിട്ടില്ലെന്ന്. താൻ എത്ര സമയം വേണമെങ്കിലും എടുത്തോ, നല്ലതുപോലെ ആലോചിച്ചിട്ട് താൻ എനിക്ക് ഇതിനൊരു ഉത്തരം തരണം. വിഷ്ണു, അവരവിടെ നിൽക്കുന്നുണ്ട്. ഋതു, അവര് വരുന്നുണ്ട്. താൻ വാ.